ഹലോ ഓൾ വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റെഗുലർ എക്സ്പ്രഷൻ ടു ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ ഇത് റെഗുലർ എക്സ്പ്രഷനെ കറസ്പോണ്ടിങ് ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലാക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫസ്റ്റ് റെഗുലർ എക്സ്പ്രഷനെ ഒരു എപ്സിലോൺ എൻ എഫ് എ ആക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാവുന്നത് റെഗുലർ എക്സ്പ്രഷനെ ഡി എഫ് എ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഫസ്റ്റ് നമ്മളൊരു എപ്സിലോൺ എൻ എഫ് എ, അതിന് കറസ്പോണ്ടിങ് ഒരു എൻ എഫ് എ, ആൻഡ് ആ എൻ എഫ് എനെ ആയിരിക്കും ഡി എഫ് എ ആക്കാൻ പോവുക. ഇതാണ് അതിന്റെ പ്രൊസീജിയർ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു റെഗുലർ എക്സ്പ്രഷനെ ഒരു കറസ്പോണ്ടിങ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആക്കാൻ ചില നോംസ് ആൻഡ് റൂൾസ് ഉണ്ട്. അതായത് ഇത് എന്താണ് നമ്മൾ ആദ്യം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ കറസ്പോണ്ടിങ് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു ടേബിൾ ഫോമാറ്റിൽ ജസ്റ്റ് എഴുതാം. അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു റെഗുലർ എക്സ്പ്രഷൻ ഇതാണ് എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഓട്ടോമേറ്റ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ലാംഗ്വേജ് എന്തായിരിക്കും എന്നും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. സോ അതിന്റെ കറസ്പോണ്ടിങ് റെഗുലർ ലാംഗ്വേജ് എന്താണ്, അതിന്റെ ഓട്ടോമേറ്റ ലെറ്റ് ഇറ്റ് ബി എം എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ എക്സ്പ്രഷൻ 5, റെഗുലർ എക്സ്പ്രഷൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിൽ ഒരു എലമെന്റും ഇല്ല. ആ ഒരു കേസ് ആണെങ്കിൽ നമ്മുടെ ഓട്ടോമേറ്റ വന്നിട്ട് സ്റ്റാർട്ട് സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും മാത്രം, ഇവ തമ്മിലൊരു ട്രാൻസിഷൻ ഉണ്ടാവില്ല. ഈ ഒരു കേസാണ് 5 എന്ന് പറയുന്ന റെഗുലർ എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ഓട്ടോമേറ്റ. സെയിം വേ ഇപ്പം എപ്സിലൺ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദ സ്ട്രിങ് അതിന്റെ കറസ്പോണ്ടിങ് ലാംഗ്വേജിന്റെ ഒരു എലമെന്റ് വിത്ത് 0 ലെങ്ത് ആണ്. അതായത് എപ്സിലൺ എന്ന് പറയുന്നതായിരിക്കും അപ്പോൾ ആ ലാംഗ്വേജിലുള്ള മെമ്പർ. സോ സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എപ്സിലോൺ റീഡ് ചെയ്ത്, അല്ലെങ്കിൽ ലാംഡ, എപ്സിലണോ ലാംഡയോ എന്ത് വേണേലായിരിക്കും കേട്ടോ, ലാംഡയോ റീഡ് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ. അപ്പൊ ഇതായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. നെക്സ്റ്റ് ഇപ്പൊ സപ്പോസ് ഏതെങ്കിലും ഒരു ആൽഫബറ്റ് മാത്രം, അതിപ്പം ഏതന്നെ ആവണമെന്നില്ല കേട്ടോ, വല്ല 0യോ 1ഓ എന്താണെങ്കിലും, അപ്പോൾ ഒരു ആൽഫബറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അപ്പോൾ അതിന്റെ കോമ്പിനേഷൻ, അപ്പൊ ഇത് മാത്രമാണ് റെഗുലർ എക്സ്പ്രഷൻ, എ മാത്രമാണെന്നുണ്ടെങ്കിൽ റെഗുലർ ലാംഗ്വേജിൽ എ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോമേറ്റ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു വേരിയബിൾ മാത്രമാണെങ്കിൽ ആ ഒരു വേരിയബിളിനെ റീഡ് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതാണ് കറസ്പോണ്ടിങ്. ഇത്രയും ബേസിക് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി വരുന്നത് റെഗുലർ എക്സ്പ്രഷന്റെ, അതായത് ഇതൊരു റെഗുലർ എക്സ്പ്രഷൻ ആണ്, ഒരു സിമ്പൽ പോലും ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ഇത് 0 ആണെങ്കിൽ എക്ക് പകരം 0 എന്നുള്ളത് ഡിനോട്ട് ചെയ്താലും മതി. നെക്സ്റ്റ് വന്നിട്ട് ഒരു റെഗുലർ എക്സ്പ്രഷൻ സേ R1 പ്ലസ് R2, ഇതൊരു R എന്നുള്ള പ്ലസ് എന്ന് പറയുമ്പോൾ യൂണിയൻ പോലെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് റെഗുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് വിത്ത് R1 യൂണിയൻ ലാംഗ്വേജ് ഓഫ് R2 എന്നാണ് ഇതിന്റെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പൊ ഇതിന്റെ ആദ്യം ഞാൻ വരയ്ക്കാം. ജസ്റ്റ് R1 എന്ത് വേണമെങ്കിലും ആകും, ഒരു വലിയ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരൊറ്റ സ്ട്രിങ് ആവാം. അപ്പൊ R1നെ ഞാനിപ്പോ ഒരു ഓട്ടോമേറ്റ് ആയിട്ട് എടുത്താൽ R1 എന്ന് പറയുന്നത് കുറച്ചധികം സ്റ്റേറ്റ്സിൽ കൂടെ ഒക്കെ പാസ്, ഇത് നമ്പർ മോർ ദാൻ 1 സ്റ്റെപ്സ് എന്നുള്ളതാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ എത്തുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇത് R1 ആണെങ്കിൽ R2 ഇതാണെങ്കിൽ R2 ഇതുപോലെ തന്നെ ആണെങ്കിൽ ഇത് രണ്ടുമായിരിക്കും ഇതിന്റെ കറസ്പോണ്ടിങ് ഫൈനൽ സ്റ്റേറ്റ്സ്, R1ന്റെയും R2ന്റെയും. പക്ഷെ നമ്മൾ R1 യൂണിയൻ R2 വരയ്ക്കുമ്പോൾ ഫൈനൽ സ്റ്റേറ്റും ഇനീഷ്യൽ സ്റ്റേറ്റും ഒന്ന് മാറ്റിയിട്ട് ഇവ തമ്മിൽ ഒരു എപ്സിലൺ ട്രാൻസിഷൻ വെച്ച് കണക്ട് ചെയ്യും. ഇതിനെയും പുതിയൊരു ഫൈനൽ സ്റ്റേറ്റ് കൊടുത്തിട്ട് എപ്സിലൺ ട്രാൻസിഷൻ വെച്ച് കണക്ട് ചെയ്ത് ഇതായിരിക്കും ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇങ്ങനെയാണ് R1 പ്ലസ് R2 വരയ്ക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ, സപ്പോസ് നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻ A പ്ലസ് ബി ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഈ R1 എന്ന് പറയുന്നത് എയുടെ കറസ്പോണ്ടിങ് എയുടെ മാത്രം കറസ്പോണ്ടിങ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. അപ്പൊ അതായത് ഇതാകും എ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എ റീഡ് ചെയ്ത് വരുന്നു. അടുത്തത് R2 എന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ ബിയുടെ മാത്രം ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ വരുന്നു. ഇനി ഇതിനെ തമ്മിൽ ഒരു എപ്സിലൺ വെച്ച് കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ എ പ്ലസ് ബി എന്നതിന്റെ കറസ്പോണ്ടിങ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആവും. അതും എപ്സിലൺ വെച്ച് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ R1ഉം R2ഉം എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്, എ പ്ലസ് ബി എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാം. നെക്സ്റ്റ് ഒരു ഫൈനൈറ്റ് എക്സ്പ്രഷൻ R1 കോൺകാറ്റിനേഷൻ R2. അപ്പൊ ഇതിന്റെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ആദ്യം ലാംഗ്വേജ് കറസ്പോണ്ടിങ് ടു ദ റെഗുലർ എക്സ്പ്രഷൻ R1 ഫോളോഡ് ബൈ ദാറ്റ് ഓഫ് R2 എന്നുള്ളതാണ്. ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ R1 എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റെപ്സിൽ ഫൈനൈറ്റ് ഇവിടെ വരുന്നുവെങ്കിൽ R1 ലെറ്റ് ഇറ്റ് ബി ദ. നെക്സ്റ്റ് R2 ഇതുപോലെ തന്നെ കുറച്ചധികം സ്റ്റെപ്സ് വെച്ചിട്ട് ഫൈനലിൽ എത്തുന്നു എന്നാണെങ്കിൽ ഇതിനെ തമ്മിൽ ഫസ്റ്റ് R1 നെക്സ്റ്റ് R2നെ തമ്മിൽ ഒരു എപ്സിലൺ വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന കേസാണ് R1 കോൺകാറ്റിനേഷൻ R2 എന്നുള്ള കേസിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതും ഇതുപോലെ തന്നെ സപ്പോസ് എ ബി എന്നാണെങ്കിൽ നമുക്ക് എപ്സിലൺ വരയ്ക്കണം എന്നുള്ളത് നിർബന്ധമില്ല. സോ നമുക്ക് എ എന്ന് പറയുന്നത് R1ഉം ബി എന്ന് പറയുന്ന R2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ ആദ്യം എ ഫോളോഡ് ബൈ ബി എന്ന് വരയ്ക്കുന്ന ഒരു കേസ്, ഒരു എക്സാമ്പിൾ ഇത്. നെക്സ്റ്റ് ഒരു എക്സ്പ്രഷൻ വന്നിട്ട് R
ക്ലോഷർ എന്നുള്ള കണ്ടീഷൻ. ആറിൽ എന്ത് വേണേലും വരാം, അതിന്റെ കറസ്പോണ്ടിങ് ലാംഗ്വേജ് വന്നിട്ട് ലാംഗ്വേജിന്റെ ക്ലോഷർ എന്ന് പറയുന്ന കേസ്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറെന്ന് പറയുന്ന എക്സ്പ്രഷൻ എന്തുമാവാം. അപ്പൊ ഞാൻ ആദ്യം ആറിന് വേണ്ടിയുള്ള ഒരെണ്ണം വരയ്ക്കണു. സെയിം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ ആറിന് വേണ്ടിയുള്ള ഒരെണ്ണം വരച്ചാൽ ഇതിൽ ക്ലോഷർ എന്ന് പറയുമ്പോൾ എപ്സിലണും നമുക്ക് എപ്സിലൺ മുതൽ എന്ത് കോമ്പിനേഷൻസും ആണല്ലോ. അപ്പം ഞാൻ ഇതിനൊരു ഇനീഷ്യൽ സ്റ്റേറ്റും വേറൊരു ഫൈനൽ സ്റ്റേറ്റും വരയ്ക്കും. എന്നിട്ട് ഇനീഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക് എപ്സിലോൺ റീഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ നമ്മൾ വരയ്ക്കും. അപ്പോഴാണ് നമുക്ക് എപ്സിലൺ മാത്രം വന്നാലും അക്സെപ്റ്റഡ് ആവുന്ന കേസ് വരുന്നത്. ഇനി ഇത് തമ്മിൽ ഒരു എപ്സിലൺ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി എത്ര കോമ്പിനേഷൻ ഓഫ് 6 വേണമെങ്കിലും വരാം. സോ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് ഒരു എപ്സിലണിന്റെ മൂവ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് പോസിബിലിറ്റി ഉണ്ടെങ്കിലും ഇതിൽ കവർ ആവും. ഇനി ഇതിന്റെ എല്ലാം നമുക്കൊരു എക്സാമ്പിൾ കാണാം. ആദ്യം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ഒരു എക്സാമ്പിൾ A+B*. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താ, ആദ്യം A+B വരയ്ക്കണം, പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റാർ വരയ്ക്കണം. അപ്പൊ A+B നമുക്ക് ഓൾറെഡി അറിയാം, എന്താ നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഞാനത് ഒന്നുകൂടെ റീഡ്രോ ചെയ്യാൻ കേട്ടോ. A+B ഞാൻ ആദ്യം വരയ്ക്കുന്നു. A+B ഞാൻ ആദ്യം വരച്ചു. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ എപ്സിലൺ വെച്ചിട്ട് നമ്മളെല്ലാം ഡിനോട്ട് ചെയ്യുന്ന കേസ്. അപ്പൊ ഇതാണ് A+B. ഇനി സ്റ്റാർ വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഫൈനലും ഒരു ഇനീഷ്യലും വീണ്ടും വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ എപ്സിലൺ വെച്ചിട്ട് റീഡ് ചെയ്യുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. ഇതിനെ എപ്സിലൺ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇനി ഇനീഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക് ഒരു എപ്സിലൺ കൊടുക്കും. ഇനി A+B മാത്രം അതിന്റെ കറസ്പോണ്ടിങ്ങിൽ നിന്ന് അതിന്റെ ഇനീഷ്യലിലേക്ക് ഒരു ബാക്കും കൊടുക്കും. ഇപ്പൊ A+B* കംപ്ലീറ്റ്ലി കവർ ആയിട്ടുണ്ട്. ഇതാണ് A+B* എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നമുക്ക് ഇതുപോലെ വരയ്ക്കുന്ന ഒരെണ്ണത്തിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് കാണാം. AB* പ്ലസ് BA*, AB. അപ്പൊ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ആദ്യം AB, പിന്നെ AB*, AB* പ്ലസ് BA*, AB. ഇത്രയും നമുക്ക് വരയ്ക്കണം. ഈ സ്പേസിൽ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം AB*. സോ A റീഡ് ചെയ്യുന്നു, പിന്നെ വരുന്നത് B* ആണ്. അപ്പം B നമ്മൾ റീഡ് ചെയ്യുന്നു. ഇനി ബിയുടെ സ്റ്റാർ നമുക്ക് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, എത്ര നമ്പർ ഓഫ് ഇത് വേണമെങ്കിലും. B* ആയതുകൊണ്ട് B ഇല്ലാത്ത കേസും നമ്മൾ അവിടെ കാണും. സോ ഇതും കൂടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എപ്സിലോൺ വരുന്ന കേസും ബിയുടെ എത്ര റെപ്പറ്റീഷൻസ്. ഇൻ ബിറ്റ്വീൻ വരുന്ന എപ്സിലോൺ ട്രാൻസിഷൻസ് നമ്മൾ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് കൊടുക്കണം, എന്നാലേ നെക്സ്റ്റ് B അലോൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ AB* ഇവിടെ നമ്മൾ വരച്ചു. ഇനി പ്ലസ് ആണ്. സോ സെയിം വേ BA* നമ്മൾ വരയ്ക്കുന്നു. B, പിന്നെ A, ഇതിന്റെ എപ്സിലോൺ വന്നു കഴിഞ്ഞാലുള്ള കേസ്. അതുകൊണ്ട് എപ്സിലോൺ മാത്രം, റെപ്പറ്റീഷൻ വരുന്ന എപ്സിലോൺ, ഇത് എപ്സിലോൺ. അപ്പോൾ BA* നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. ഇത് രണ്ടും കൂടെ ഓറാണ്. സോ ഓർ എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ വീണ്ടും കമ്പൈൻ ചെയ്ത് ഒരു എപ്സിലോൺ വെച്ച് നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് ഇതിനെയും അതുപോലെ തന്നെ നമ്മളൊരു എപ്സിലോൺ വെച്ച് ഇപ്പൊ നമ്മുടെ AB* പ്ലസ് BA* കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് Aയും Bയും മാത്രം വരുന്ന കേസ്. സോ ഒരു Aയും ഒരു Bയും മാത്രം വരുന്ന കേസ്. ഇതാണ് കറസ്പോണ്ടിങ് AB* പ്ലസ് BA* എന്ന് പറയുന്നതിന്റെ ഒരു കറസ്പോണ്ടിങ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ കാണാം. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ A പ്ലസ് BB ഹോൾ സ്റ്റാർ BA* പ്ലസ് ലാംഡ ഓർ എപ്സിലൺ. ഇതുമായിട്ട് അപ്പം ഇതിനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ രണ്ട് എക്സ്പ്രഷൻ, ഇതിനെ നമുക്ക് സപ്പോസ് ഇത് ഫസ്റ്റ് ഓട്ടോമേറ്റ M, ഇത് സെക്കൻഡ് ഓട്ടോ M1 M2 എന്നിട്ടാൽ നമുക്ക് രണ്ടായിട്ട് ആദ്യം വരയ്ക്കാം. എളുപ്പത്തിന് വേണ്ടി മാത്രം കേട്ടോ, ഇങ്ങനെ വരയ്ക്കണം എന്നൊന്നും നിർബന്ധമില്ല. സോ A പ്ലസ് BB ഹോൾ സ്റ്റാർ. അപ്പൊ A ആദ്യത്തത് വന്നിട്ട് A മാത്രം. ഇനി ഇൻ ബിറ്റ്വീൻ ഉള്ള എപ്സിലൺ ട്രാൻസിഷൻസിനെ നമുക്ക് കുറച്ച് വരയ്ക്കാം, ഒരു പ്രശ്നമില്ല. എല്ലാ എപ്സിലൺസും വരയ്ക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അപ്പൊ A അല്ലെങ്കിൽ BB, അപ്പോൾ അല്ലെങ്കിൽ BB ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. അപ്പൊ ഇതിൽ ഒന്നുകിൽ BB അല്ലെങ്കിൽ A എന്നുള്ള കണ്ടീഷൻ വന്നു. ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എൻറ്റയർ തിങ്ങിന്റെ സ്റ്റാർ ആയതുകൊണ്ട് നമ്മൾ ഒരു രണ്ട് സ്റ്റേറ്റ്സ് കൂടെ കൊടുക്കുന്നു. ഡയറക്ട്ലി ഇവിടുന്ന് എപ്സിലോൺ വരാം. ഇനി ഇതിന്റെ എന്ത് കോമ്പിനേഷൻ എന്നുള്ളത് കൊണ്ട് ഇവിടുന്ന് ഒരു തിരിച്ചും ഒരു എപ്സിലോൺ വരയ്ക്കും. സോ ദിസ് ഇസ് ആക്ച്വലി ലാംഡ ആണ്. ലാംഡ, ഇതിൽ ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാൻ ലാംഡ തന്നെ ആക്കുന്നു. ആൻഡ് സോ ഇതാണ് ഫസ്റ്റ് M1 എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് M2 കോൺകാറ്റിനേഷൻ പോലെയാണ് വരുന്നത്. സോ ഞാൻ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ M2 വരച്ചു തുടങ്ങാണ് കേട്ടോ. അപ്പൊ ഇത്രയും നമ്മുടെ M1 നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി M2 BA*. അപ്പം നെക്സ്റ്റ് എന്താണ് B. ഇതിന്റെ ഒരു ഇവിടുന്ന് ഇനീഷ്യൽ ഒരെണ്ണം ഒരു B റീഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ B കഴിഞ്ഞിട്ട് Aയുടെ സ്റ്റാർ എത്ര വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ വരയ്ക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ A* എന്ന് പറഞ്ഞാൽ എത്ര കോമ്പിനേഷൻ ഓഫ് A's വേണമെങ്കിലും ഇങ്ങനെയല്ലേ വരയ്ക്കാം. അപ്പം ഈ
ഈസി ആയിട്ട് ഞാനൊരു എപ്സിലോൺസിനെ അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഓർ ലാംഡയാണ്. ഓർ ലാംഡ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫൈനൽ കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ബി എ സ്റ്റാർ അല്ലെങ്കിൽ ലാംഡ എന്നുള്ള കേസ് ആയതുകൊണ്ട് ഡയറക്ട്ലി ലാംഡ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ളതും കണക്ഷൻ നമുക്ക് ലാംഡ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ബി എ സ്റ്റാർ ഓർ ലാംഡ എന്നുള്ള കേസ് കഴിഞ്ഞു. ഇനി നമ്മളൊരു ഫൈനലിനെ വരയ്ക്കുന്നു. ഫൈനൽ സ്റ്റേറ്റിനെ നമ്മൾ വരയ്ക്കുന്നു. ഇനി എന്താണ് ഇത് തമ്മിൽ, ഇപ്പൊ ഇത് നമ്മുടെ കറസ്പോണ്ടിങ് M2 ആണ്. ഇതിനെ തമ്മിൽ M1നെയും M2നെയും കണക്ട് ചെയ്ത് നമ്മളൊരു ലാംഡ വരയ്ക്കണം. ഇപ്പൊ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സോ മെനി ടൈം ഒരു ക്വസ്റ്റൻ എങ്ങനെയായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് DFA ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എപ്സിലോൺ NFA ആയിട്ടുള്ളൂ. ഇതിൽ നിന്ന് ലാംഡാസ് അല്ലെങ്കിൽ എപ്സിലോൺസിനെ റിമൂവ് ചെയ്ത് നോർമൽ NFA ആക്കി അതിന്റെ കറസ്പോണ്ടിങ് DFA ആക്കാനുള്ളൊരു ക്വസ്റ്റൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇതാണ് റെഗുലർ എക്സ്പ്രഷൻസ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഇതിന്റെ റൂൾസ്, മെയിൻ റൂൾസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നാൽ ഏത് റെഗുലർ എക്സ്പ്രഷനെയും നമുക്ക് വരയ്ക്കാം. ഇനി ഇതിന്റെ അകത്തുള്ള കുറച്ച് എപ്സിലോൺ ട്രാൻസിഷൻസ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം എന്നൊന്നുമില്ല. എപ്സിലോൺ ട്രാൻസിഷനെ റെഡ്യൂസ് ചെയ്ത് വരയ്ക്കുന്നതിന് ഒരു തെറ്റില്ല. ആൻഡ് എപ്സിലോൺ ട്രാൻസിഷൻ ഉണ്ട് എന്നും പറഞ്ഞ് ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഈ എ സ്റ്റാറിനെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എ സ്റ്റാർ ഇൻഡിവിജ്വൽ എ എന്ന് പറഞ്ഞ് തിരിച്ചും മറിച്ചൊക്കെ വരയ്ക്കാം. നോ ഇഷ്യൂസ് അറ്റ് ഓൾ. എ സ്റ്റാർ എന്നുള്ള കണ്ടീഷൻ ഇതിങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഐ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.